ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ ടെക് ന്യൂസ് സീരീസിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ടെക് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞൊരു സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പുതിയ ടെക് ന്യൂസുകൾ, അതിൽ എൻ്റെ റിയാക്ഷൻസ്, എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ടെക് സീരീസുകളുണ്ട്, നമ്മൾ മലയാളത്തിലാണെങ്കിലും വേറെ ലാംഗ്വേജുകളിലാണെങ്കിലും. ബട്ട് എല്ലാവരും ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊക്കെ തന്നെ പറയുക. അപ്പോൾ ആദ്യം താമസിക്കാതെ നമുക്ക് ന്യൂസ് പറയാം. ആദ്യത്തെ ന്യൂസ് തന്നെ ഐഫോണിൻ്റെ കുറച്ച് ന്യൂസുകളാണ്. ഐഫോൺ 17 സീരീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചെറിയ അവിടെ എവിടെയായിട്ടുള്ള ഡിസൈൻ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എവിടെയൊക്കെ എനിക്ക് ആ ഒരു Mi 11 അൾട്രയുടെ ഒരു ഇതടിക്കുന്നുണ്ട്, പ്രോയിലും പ്രോ മാക്സിലും. അതുപോലെ തന്നെ 17 എയർ എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. അതിനകത്ത് ഈ സിം സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, നമ്മൾ ഫിസിക്കൽ സിം സപ്പോർട്ട് ഇല്ല. 5.5 mm തിക്നെസ് മാത്രമാണ് വരുന്നത്. അതുപോലെ ഈ പ്രാവശ്യം 17 സീരീസിലെ എല്ലാ ഫോണുകളിലും 17 എയർ, 17 പ്രോ, 17 പ്രോ മാക്സ് എല്ലാത്തിനകത്തും 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നു എന്ന് കേൾക്കുന്നു. എല്ലാ പ്രാവശ്യം മിക്കവാറും ഇങ്ങനെ കേൾക്കുന്നതാണ്. പക്ഷേ ലെറ്റ്സ് വെയിറ്റ്. ഇനി സെപ്റ്റംബറിൽ എന്താണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഡിസൈനും. ഇനി മുതൽ പ്ലസ് സീരീസ് ഇല്ല. അതായത് നമ്മൾ 16 പ്ലസ് 15 പ്ലസ് എന്ന് പറയുന്ന പോലെ 17 പ്ലസ് ഇല്ല. അതിന് പകരമാണ് 17 എയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാമറ 17 എയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അതുപോലെ iOS 19 പറഞ്ഞു. അതിൽ പുതിയ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് പറയാനായിട്ട്. ഹോം സ്ക്രീനൊക്കെ മാറുന്നു, പുതിയ ലേഔട്ട് ഒക്കെ ആയിരിക്കും എന്ന് പറയാനായിട്ട്. ആപ്പിളിന്റെ എല്ലാ OS, മാക് OS ആണെങ്കിലും നമ്മുടെ iPad OS ആണെങ്കിലും വാച്ചിന്റെ OS എല്ലാത്തിനകത്തും ഒരു മാറ്റം വരുന്നു എന്ന് ആപ്പിൾ പറയുന്നുണ്ട്. ഇതൊക്കെ വന്ന ന്യൂസാണ്. സോ എന്തായാലും കാരണം ആപ്പിളിന്റെ കച്ചവടമൊക്കെ ഒന്ന് മുട്ടിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയാണല്ലോ, ഡിസൈൻ ചേഞ്ച് ഇല്ല, പുതിയ ഇന്നോവേഷൻസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആപ്പിളിന് കച്ചവടം നടക്കുക? എന്നാലും വരും ആപ്പിൾ വാവ് ദാറ്റ്സ് നൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നവരുണ്ട്. അതുപോലെ സാംസങ് S25 എഡ്ജ് എന്ന് പറഞ്ഞ ഫോൺ, അതായത് സ്ലിം ഫോൺ, ഇനി അങ്ങോട്ട് സ്ലിം ഫോൺസ് ആണ് വരാൻ പോകുന്നത് കുറേയൊക്കെ. അപ്പോൾ സ്ലിം ഫോൺ ആയ S25 എഡ്ജ് ഏപ്രിലിൽ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സെറാമിക് മെറ്റീരിയലാണ്, സെറാമിക് ബോഡിയാണ് വരുന്നത്. അപ്പോൾ വളയ്ക്ക ഒടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതും വന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒടിയോ മടങ്ങുമോ എന്നൊക്കെ. ആപ്പിളിന്റെ M4 എയർ, മാക് സ്റ്റുഡിയോ ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. മാക് സ്റ്റുഡിയോ നമുക്ക് മറ്റ് ഗ്രാഫിക് ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ് അവർക്കൊക്കെ കിടലാണ് ആ ഒരു മാക് സ്റ്റുഡിയോ. iPad 11 ഇറങ്ങിയിരിക്കുകയാണ്. iPadനകത്ത് അതിൽ AI ഫീച്ചറായ ആപ്പിൾ ഇന്റലിജൻസിന്റെ സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ iPad എയറിനകത്ത് 60 Hz ഡിസ്പ്ലേ ഉള്ളൂ, 120 Hz ഡിസ്പ്ലേ ഇല്ല. അത് പ്രോയ്ക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ Xiaomi 15 അൾട്ര ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ. 15ന്റെ വില വന്ന് 64,999 രൂപയാണ്. 15 അൾട്രയുടെ വില, ശരിക്കുള്ള വില 1,10,000. ഇപ്പോൾ ഓഫർ പ്രൈസിൽ 99,999 വിത്ത് ദാറ്റ് ഫോട്ടോഗ്രാഫി കിറ്റ്. 12,000 രൂപ എന്തോ വില വരുന്ന ഫോട്ടോഗ്രാഫി കിറ്റും എൻ്റെ കൂടെ കിട്ടും ഇപ്പോൾ, അതായത് ഇറങ്ങിയ ഈ സമയത്ത്. ഇനി അങ്ങോട്ട് അത് വില മാറി 1,10,000 ആവും. അപ്പോൾ 1,10,000 ആ ഫോൺ അത് ഇച്ചിരി ഓവർ പ്രൈസ് ആണ്. അത് നമ്മൾ X200 പ്രോയ്ക്ക് ആയിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോണാണ്. Xiaomi 15 അൾട്രയും X200 പ്രോയും രണ്ടുമാണ് ഒരു ലെവലിൽ നിൽക്കുന്നത്. അതിൽ മറ്റേ ഇപ്പോൾ S25 അൾട്രയും ഐഫോണൊന്നും അടുത്ത് വരില്ല, കാരണം 1 ഇഞ്ച് സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത് രണ്ടിലും. സോ അതെന്തായാലും മറ്റേത് ഇതിനകത്ത് ലൈക്കയുടെ കൊളാബറേഷൻ ഒക്കെ വെച്ചാണ് പറഞ്ഞത്. പിക്സൽ 10 പ്രോയുടെ ഡിസൈൻ ഇതാണ്. കഴിഞ്ഞ വർഷത്തെ വലിയ വ്യത്യാസമൊന്നുമില്ല. 10നകത്ത് 3 ക്യാമറ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2 ക്യാമറ ആയിരുന്നു, ഇപ്രാവശ്യം 3 ക്യാമറ ആകുന്നു. ഇങ്ങനെ റെൻഡർ ആണ് വന്നിട്ടുള്ളത്. പ്രൊസസർ ഇപ്രാവശ്യം TSMC ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെയൊക്കെ സാംസങ് ആയിരുന്നു, ഇപ്രാവശ്യം TSMC ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, അവരെ ടെൻസർ. അപ്പോൾ അതെന്തായാലും നമുക്ക് നേരത്തെക്കാളും കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അടിപൊളി ചിപ്സെറ്റാണ്. സാംസങ് ഉണ്ടാക്കുന്നതല്ലേ, അത് കണക്കാണ്. അതുകൊണ്ട് TSMC അടിപൊളിയായിരിക്കാനായിട്ടാണ് ചാൻസ്. പിന്നെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത, OnePlus അവരെ ഫോണിൽ നിന്ന് അലർട്ട് സ്ലൈഡ് എടുത്തുകളാണ്. അതായത് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ സൈഡിൽ പറഞ്ഞ അലർട്ട് സ്ലൈഡർ, അതെടുത്ത് അവർ കളഞ്ഞു. ഇനി മുതൽ അവർ മറ്റേ ആക്ഷൻ ബട്ടൺ പോലത്തെ ഒരു സ്വിച്ച് ആണ് വരുന്നത്. പിന്നെ OnePlusന്റെ 13 മിനി എന്ന് പറഞ്ഞ ഫോൺ വരുന്നുണ്ട്. ഇനി മുതൽ കുറച്ച് മിനി ഫോൺസുകൾ വരുന്നുണ്ട്. ഓപ്പോയുടെ മിനി ഫോൺസ് വരുന്നുണ്ട്. X200 Pro മിനി ചൈനയിൽ ഇറക്കി, ഇന്ത്യയിൽ വരുമെന്ന് പറയുന്നു. പക്ഷെ ലിമിറ്റഡ് നമ്പർ ആയിരിക്കും. അത് എന്ന് വരുമെന്നും ഇപ്പോഴും കൺഫേം അല്ല. എന്നാലും OnePlusന്റെ 13 മിനി എന്ന് പറഞ്ഞ ഫോൺ വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ OnePlus 12R ഇപ്പം ആമസോണിനകത്ത് 29,999 രൂപയ്ക്ക്. അതുകൊണ്ട് ആ ഒരു പ്രൈസിന് ഇതൊരു നല്ല ഫോണാണ്. വേറെ ഫോൺസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് iQ Neo 10R വന്നിട്ടുണ്ട്. പിന്നെ Realme P3 Ultra എന്ന് പറഞ്ഞ 2 ഫോൺ വരുന്നുണ്ട്. P3-ക്കകത്ത് Snapdragon 6 Gen 4 ആണ് വരുന്നത്. അതുപോലെ തന്നെ P3 Ultra-ക്കകത്ത് Dimensity 8350 Ultra എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റ് ആണ് വരുന്നത്. ഈ പറഞ്ഞ P3 എന്ന് പറഞ്ഞത് അണ്ടർ 15K 14,999 രൂപയാണ് വരുന്നത്. P3 Ultra 22,999 രൂപയാണ് വരുന്നത്. 2 ഗെയിമിംഗ് ഫോൺ എന്നാണ് അവർ പറഞ്ഞ് ഇറക്കുന്നത്. സോ എനിക്ക് P3 അത്യാവശ്യം നല്ലതായിരിക്കും, കാരണം 15,000 രൂപയ്ക്ക് Snapdragon 6 Gen 4 ഒക്കെ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് ഫോണാണ്. ബ്ലോട്ട് വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. Realme ആണ്, അത് വെച്ച് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും, അതേ ഉള്ളൂ. വേറെ അത്യാവശ്യം നല്ല ഫോണാണ്. iPhone 17 പ്രോയ്ക്കകത്ത് ബോഡി ആന്റി സ്ക്രാച്ച് ആയിരിക്കും. ബോഡിയിൽ സ്ക്രാച്ച് ഒന്നും വിടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്റി റിഫ്ലക്റ്റിംഗ് സ്ക്രീന്
അവര് 17 Pro Maxനകത്ത് വരുന്നുണ്ട്. അത് പറഞ്ഞിട്ട് സെൽഫി ക്യാമറ 24 മെഗാ പിക്സലിന്റെ ആക്കിയിട്ടുണ്ട്. ഒക്കെ റൂമറാണ്. ഇനി ആ ഫോൺ വരുമ്പോഴാണ് എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഐക്യൂന്റെ C10 എന്ന് പറഞ്ഞൊരു ഫോൺ വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന C9ന്റെ സക്സസർ ആയിട്ടുള്ള C10. അതിനകത്ത് പറഞ്ഞ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. 7 Gen 3യേക്കാളും കൂടിയതല്ല, അതിന്റെ ഒരു പടിയുള്ളൂ. 7+ Gen 3 ആയിരുന്നെങ്കിൽ 7 Gen 3യേക്കാളും കൂടിയത്. ഇതിപ്പോ 7S Gen 3 ആയതുകൊണ്ട് 7 Gen 3യേക്കാൾ ഒരു പൊടി താഴെ. AMOLED ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. LPDDR4X വിത്ത് UFS 3.1 ഒക്കെയാണ് വരുന്നത് സ്റ്റോറേജ്. അത്യാവശ്യം നൈസ് ഫോണാണ്. പ്രൈസ് വന്നിട്ടില്ല. ഏപ്രിൽ 11-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച്. അതുപോലെ നത്തിങ് 3A Pro എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. രണ്ടിലും ഒരു കിട്ടിയിലോ മണ്ടത്തിനും നത്തിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് UFS 2.2 കൊടുത്തെന്നുള്ളതാണ്. അതിന്റെ ഒരു കിടിലം പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോൺ നമ്മളൊക്കെ മിക്കവരും ഈ വീഡിയോ ആണെന്ന് മിക്കവരും ഫോൺ വാങ്ങുന്നത് 2, 3, 4 വർഷമൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഫോണ് ഒരു ലാഗും ഇല്ലാതെ പോകണം. പക്ഷേ UFS 2.2 വരുമ്പോഴത്തേക്ക് പ്രോസസ്സിംഗ് സ്പീഡ് കുറയും. ഐ മീൻ സ്വിച്ചിങ് ബിറ്റ്വീൻ ആപ്പുകൾ തമ്മിലുള്ള മറ്റേ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ ലാഗ് ആവാനും സ്റ്റക്ക് ആവാനും, അതുപോലെ തന്നെ ഇമേജ് ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ലാഗ് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത. അതർവൈസ് ആ ഒരു കാര്യം UFS 3.1 കൊടുത്തിരുന്നെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ 29,999 രൂപ 3A Pro, 24,999 രൂപ 3A. അത് രണ്ട് മറ്റേ 3Aക്കകത്ത് 2Xന്റെ ഒപ്റ്റിക്കലും 3Aക്കകത്ത് 3Xന്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോയൊക്കെയാണ് വരുന്നത്. കിട്ടില്ല ക്യാമറയൊക്കെ വെച്ചാണ് വരുന്നത്. നല്ല മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. പിന്നെ Pixel 9a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 49,999 രൂപയാണ് റേറ്റ്. Pixel 7a, 8a, 9a. 7aക്കാളും ബെസൽ കൂടുതൽ 8aക്കാളും ബെസൽ കൂടുതൽ 9aക്ക്. ഓരോ ഫോണുകളും ഇവിടെ ബെസൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബെസൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാംസങ്ങിന്റെ മിഡ് റേഞ്ചും പിക്സലുമാണ്. സാംസങ്ങിലോട്ട് ഞാൻ വരാം. സെൻസറിന്റെ G4 ആണ് വരുന്നത്. 48 MB മെയിൻ ക്യാമറയും 13 MB അൾട്രാ വൈഡ് ഫ്രണ്ട് 13 MB ആണ് വരുന്നത്. 5100 mAh ബാറ്ററി, 23 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് വിത്ത് 7.5 വാട്ടിന്റെ ഫയർലെസ് ചാർജിങ്. അത് ഉള്ളതില്ലാത്ത കണക്കാണ് കേട്ടോ. പിന്നെ IQ Neo 10R എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. 29,999 രൂപയാണ് സ്റ്റാർട്ടിങ്. 30,000 രൂപയ്ക്ക് ആ റേഞ്ചിനകത്ത് വളരെ നല്ലൊരു ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രൊസസർ ഒക്കെ വെച്ചാണ് വരുന്നത്. LPDDR5Xന്റെ സ്റ്റോറേജും AMOLED ഡിസ്പ്ലേ 120 Hzന്റെയും ഗെയിമിങ്ങിനൊക്കെ അത് കിടലും ഫോണാണ് കേട്ടോ. സൂപ്പർ ഫോണാണ്. അത്യാവശ്യം ക്യാമറയും കിടലാണ്. കാരണം വിവോയുടെ സബ് ബ്രാൻഡ് ആണല്ലോ IQ. Huawei പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് ഫോൺ പോലത്തെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഫോണാണ്. വിത്ത് മറ്റേ ഫ്രണ്ടിൽ വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ച് കൊള്ളാം. അത്യാവശ്യം കാണാൻ രസമുണ്ട്. പിന്നെ റിയൽമിയുടെ ബഡ്സ് Air 7ഉം റിയൽമി ബഡ്സ് T200 ലൈറ്റ് അങ്ങനെ പറഞ്ഞ 2 എണ്ണം വരുന്നുണ്ട്. അതിൽ ഒന്ന് 24-ാം തീയതി ലോഞ്ച് ചെയ്യും, ഒന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോഞ്ചായി. വിവോയുടെ T4X എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. 14,999 ഇപ്പോൾ ഫസ്റ്റ് ഓഫർ പ്രൈസിൽ 12,999 രൂപയ്ക്ക് സംതിങ് ഉണ്ട്. ആ ഒരു പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. AMOLED ഡിസ്പ്ലേ ഒക്കെ വെച്ചാണ് പറഞ്ഞത്. കുഴപ്പമില്ലാത്ത ഫോൺ. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ ഉള്ളതിൽ റിയൽമി P3യും ഈ പറയുന്ന വിവോ T4X 7000 mAh ബാറ്ററിയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. ഡിമെൻസിറ്റി ചിപ്സെറ്റ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ മോട്ടറോള Edge 60 ഫ്യൂഷന്റെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും എന്നാണ് വന്നിരിക്കുന്ന റെൻഡർ. അപ്പോൾ ഫോൺ എന്നിറങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിറങ്ങണമെങ്കിലും Edge 50 അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും അവന്മാർക്ക് നേരെ കൊടുക്കില്ല. മോട്ടറോളയിൽ വലിയ പ്രശ്നമാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സമയത്ത് കൊടുക്കില്ല. പിന്നെ Xiaomi Buds 5 Pro എന്ന് പറഞ്ഞൊരു TWS Xiaomi ഇറക്കിയിരിക്കുകയാണ്. അതിൽ വൈഫൈ കണക്ടിവിറ്റിയാണ്. പേടിക്കേണ്ട, ഇന്ത്യയിലില്ല. അപ്പോൾ അത്രയാണ് നമ്മുടെ ന്യൂസ്. മലയാളത്തിലാണെങ്കിലും വേറെ പല ലാംഗ്വേജുകളിലാണെങ്കിലും ടെക് ന്യൂസ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. എന്നാലും എല്ലാവരും ചെയ്യണത് ഒരു രീതി ആയിരിക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ ചെയ്യണത് ചിലപ്പോൾ ആ വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഞാൻ ചെയ്യണത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ ചെയ്യണത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങനത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ഇന്നോ നാളെ അത് ഒരു ഹിറ്റ് ആവണമെന്നില്ല, അതായത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു പോയിന്റ് അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെതായിട്ടുള്ള രീതി ഇങ്ങനെ ട്രൈ ചെയ്ത് അത് ചെയ്ത് അങ്ങനെ ആയിട്ടേ നമുക്കത് വരത്തുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. ഇനി ഇങ്ങനത്തെ രീതിയിൽ എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ചേഞ്ച് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഒന്ന് പ്ലീസ് കമന്റ് ചെയ്തേക്കുക. നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതിന്റെ അടുത്ത കണ്ടിന്യൂഷൻ സീരീസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരെയും ബൈ.